24-ാം പാർട്ടി കോൺഗ്രസ്സിന് മധുരയിൽ കൊടിയേറുകയാണ്. ഈ പാർട്ടി കോൺഗ്രസ്സിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് അറിയുന്നത്. EMS ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഒരു മലയാളി ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതയാണ് ഉയരുന്നത്. പ്രകാശ് കാരാട്ട് മലയാളി ആയിരുന്നെങ്കിലും അദ്ദേഹം ഡൽഹി കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ടാണ് ജനറൽ സെക്രട്ടറി ആയത്. അദ്ദേഹത്തിന് ഒരു മുഴുവൻ സമയ മലയാളി എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ MA ബേബി അങ്ങനെയല്ല. MA ബേബി EMS ജനറൽ സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നതിന് മുമ്പ് തന്നെ പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് പ്രത്യേക ക്ഷണിതാവെന്നുള്ള നിലയിൽ ലഭിച്ചിരുന്നു. അങ്ങനെ EMS-ൻ്റെ നിഴൽ പോലെ വർഷങ്ങൾ നടന്ന MA ബേബി കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആയെങ്കിലും രാജ്യസഭ MPയും എല്ലാം ആയെങ്കിലും ജനറൽ സെക്രട്ടറി പദം അദ്ദേഹത്തിന് അകലെയായിരുന്നു. ഇപ്പോഴാകട്ടെ 75 വയസ്സ് എന്ന പ്രായപരിധി കർശനമാക്കിയതോടെ പിണറായി വിജയന് മാത്രമാണ് അതിൽ ഒരു ആനുകൂല്യം നൽകുക എന്നായിരുന്നു ചർച്ച. അതിന് വിരുദ്ധമായി ബൃന്ദാ കാരാട്ടിനെ പ്രായത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി ബൃന്ദാ കാരാട്ടിനെ ജനറൽ സെക്രട്ടറി ആക്കണം എന്ന ആവശ്യം പിണറായി ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ പ്രകാശ് കാരാട്ടിനേക്കാൾ പ്രായത്തിൽ സീനിയറാണ് ബൃന്ദാ കാരാട്ട്. അപ്പോൾ പ്രകാശ് കാരാട്ടും മണിക് സർക്കാരും ഉൾപ്പെടെ 75 കഴിഞ്ഞ ഒരു വലിയ നിര PBയിൽ നിന്ന് ഒഴിവാകുന്നു. അതേസമയം എല്ലാ അർത്ഥത്തിലും ജനറൽ സെക്രട്ടറി ആകാൻ യോഗ്യനാണ് MA ബേബി. അപ്പോൾ MA ബേബി ജനറൽ സെക്രട്ടറി ആകണം എന്നുള്ള അഭിപ്രായത്തിന് ശക്തി ലഭിച്ചിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം മരുമകൻ റിയാസിനെ മന്ത്രിയാക്കിയതും പാർട്ടി സെക്രട്ടേറിയറ്റിലെടുത്തതും കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതുമടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഒരു വലിയ വിഭാഗത്തെ അസംതൃപ്തരാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല KK ശൈലജയ്ക്ക് കഴിഞ്ഞ തവണ ടിക്കറ്റ് നൽകിയെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശൈലജയെ ഒഴിവാക്കി. അതേസമയം G. സുധാകരനെയും കടകംപള്ളിയെയും തോമസ് ഐസക്കിനെയും എല്ലാം തന്നെ മത്സരരംഗത്തൊന്നു പോലും മാറ്റി നിർത്തി. എന്നാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തോമസ് ഐസക്കിനെയും KK ശൈലജയെയും മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് K. രാധാകൃഷ്ണനെയും മത്സരിപ്പിച്ചത് രാഷ്ട്രീയമായി ശരിയായില്ല എന്ന അഭിപ്രായം പാർട്ടിക്കകത്തുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് നൽകി മരുമകനെ മന്ത്രിയാക്കി. പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകൾ ആദ്യമായി MLA ആയി നിയമസഭയിലെത്തിയ റിയാസിന് നൽകിയത് പക്ഷപാതപരമാണ്, ബന്ധുത്വത്തിൻ്റെ ബലത്തിലാണ് എന്ന ആക്ഷേപം, എന്ന പരാതി ഭൂരിപക്ഷം നേതാക്കൾക്കുമുണ്ട്. പക്ഷേ പിണറായിയോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ കൊണ്ടാണ് ഇതൊന്നും പുറത്തു വരാതിരിക്കുന്നത്. എന്തായാലും 24-ാം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി MA ബേബി വരികയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗം അവസാനിക്കുകയാണ്. 15 കൊല്ലത്തിലേറെ പാർട്ടി സെക്രട്ടറിയും കഴിഞ്ഞ 9 കൊല്ലമായി മുഖ്യമന്ത്രിയായും തുടരുന്ന പിണറായിയുടെ വാക്കുകളായിരുന്നു CPM-ൽ അവസാന വാക്ക്. അപ്പോൾ കേരള കമ്മിറ്റി ശക്തമാണ്.
കേരളത്തിൻ്റെ സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി വേണം എന്നാണ്. അപ്പോൾ ആ വാദത്തിന് കരുത്ത് ലഭിച്ചതോടെ ബൃന്ദാകാരട്ടാകണമെന്ന ആവശ്യത്തിൻ്റെ ശക്തി കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ബേബി ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിൽ വർഷങ്ങളായി തിരുവായ്ക്ക് എതിർവായില്ല എന്ന നിലയിൽ CPM-നകത്ത് തുടർന്നു വന്നിരുന്ന ഏകാധിപത്യ പ്രവണത അവസാനിക്കുകയാണ്. മാസപ്പടി കേസ് ഉൾപ്പെടെ പല കേസുകളും നടപടിയെടുക്കാതെ കേന്ദ്ര സർക്കാർ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം കൊണ്ടാണ് എന്നുള്ള ആരോപണം ശക്തമാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടി നേതാക്കൾ ഇതിനെല്ലാം ഒരവസാനം ഉണ്ടാകണമെന്നും BJPക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി CPM രംഗത്ത് വരണമെന്നും ഇല്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് ആ വഴിക്ക് കേരളത്തിലെ പാർട്ടിയും നീങ്ങും എന്ന ആശങ്ക പ്രബലമാണ്. അപ്പോൾ കേരളത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വൈകാതെ നടക്കാനിരിക്കെ പാർട്ടി നേതൃത്വത്തിൽ സമൂലമായ ഒരു അഴിച്ചുപണി കേന്ദ്ര നേതൃത്വത്തിലെങ്കിലും ഉണ്ടാകണം എന്ന നിർബന്ധത്തിലാണ് നേതാക്കൾ. MA ബേബിക്ക് പിന്തുണയുമായി തോമസ് ഐസക്ക്, KK ശൈലജ, മന്ത്രി KN ബാലഗോപാൽ തുടങ്ങിയ പ്രമുഖരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. പരസ്യമായി രംഗത്ത് വന്നിട്ടില്ലെങ്കിലും പല കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും നിർണായക സന്ദർഭത്തിൽ ബേബിക്ക് പിന്തുണ നൽകുമെന്നാണ് അറിയുന്നത്.